ധീരയായ ഒരു സ്ത്രീയുടെ ചെറുത്തുനിൽപ്പിൽ നിന്നും പിറവിയെടുത്തതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ ഈ പറയുന്ന സ്വീകാര്യതയൊന്നും തന്നെ കഴിഞ്ഞ നാളുകളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ലഭിച്ചിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപേ തന്നെ പലതരത്തിലുള്ള ഹർജികളാണ് അത് പുറത്തുവരുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള പല ഹർജികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ പ്രതികൂട്ടിലായിരുന്നത് സർക്കാരാണ്. കാരണം സർക്കാരിന് ഇതിന് പിന്നിൽ എന്തോ ഗൂഢ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഹർജികളെല്ലാം തന്നെ ഉയർന്നു വരുന്നതെന്നും സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ള വിമർശനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 4 വർഷക്കാലമായി സർക്കാരിന് മേൽ പഴിചാരപ്പെടുന്നുണ്ട്. ശേഷം വലിയൊരു പോരാട്ടത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും പലർക്കുമെതിരെ പലതരത്തിലുള്ള ആരോപണവുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവരും അല്ലാത്തവരുമായ ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. ആ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ സർക്കാർ എന്തു ചെയ്തു എന്നുള്ളൊരു ചോദ്യം സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. ആ ചോദ്യം പ്രതിപക്ഷവും രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പ്രതിപക്ഷവും നിരന്തരം ആരോപിക്കുന്നുണ്ട്. അതേസമയം തന്നെ സിനിമാ മേഖലയിൽ നിന്ന് റിബലായി നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് മാറി നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു കൂട്ടരും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് രഞ്ജിത്തിനെതിരെയാണെങ്കിലും സിദ്ദിഖിനെതിരെയാണെങ്കിലും ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അമ്മ എന്ന സംഘടന ആദ്യം മൗനം പാലിക്കുകയായിരുന്നു. പിന്നീട് അമ്മ എന്ന സംഘടനയെ മുന്നോട്ട് വരികയും ചില അഴകൊഴുമ്പ ന്യായങ്ങളെല്ലാം പറയുന്നതെല്ലാം തന്നെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. എന്നാൽ അതിനുശേഷം രഞ്ജിത്തിനെതിരെ നടപടി എടുക്കാതിരുന്നതും ശേഷം സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ നിർബന്ധ ബുദ്ധിയാ സിദ്ദിഖ് സ്വയം രാജിവെക്കുന്നതിലേക്കെല്ലാം തന്നെ നയിച്ച ഒരു സംഭവ വികാസമാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കെല്ലാം തന്നെ എത്തുന്നതിന് മുൻപേ തന്നെ സജി ചെറിയാന്റെ ചില വാക്കുകൾ വലിയ തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. സജി ചെറിയാന് ഇതിന് പിന്നിൽ എന്താണ് റോൾ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിനെല്ലാം തന്നെ ഉത്തരം നൽകേണ്ട സജി ചെറിയാൻ പലപ്പോഴും മൗനം പാലിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഉയർന്നു വന്ന ചോദ്യങ്ങളുടെയെല്ലാം തന്നെ ആകെത്തുകയാണ് ഇന്ന് കണ്ട രഞ്ജിത്തിന്റെ ആണെങ്കിലും സിദ്ദിഖിന്റെ ആണെങ്കിലും രാജി. അത്തരത്തിൽ സർക്കാരിനെതിരെ ഉയർന്നു വന്ന ചില ആരോപണങ്ങളും അത്തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ചില വാക്കുകളുമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെയും ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെയും ഭീകര ദൃശ്യം കേരളത്തിൻ്റെ മുൻപിൽ പൊട്ടി വീണപ്പോഴാണ് അതിനെപ്പറ്റി പഠിക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ഒരു സമിതിയെ മുഖ്യമന്ത്രി നേരിട്ട് നിശ്ചയിക്കുന്നത്. സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന പലതരം ചൂഷണങ്ങളെയും നേരിടാനുള്ള ഒരു സമഗ്ര നിയമത്തിൻ്റെ കരട് ഉൾപ്പെടുത്തിയാണ് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയെ കാറും ബംഗ്ലാവും പരിവാരങ്ങളുമൊക്കെയായി കൊടുത്ത് നമ്മൾ പോറ്റുന്നുമുണ്ട്. പക്ഷേ റിപ്പോർട്ട് അദ്ദേഹം തുറന്നു നോക്കിയിട്ടില്ല. സ്ത്രീകളുടെ കൈയളവും കഴുത്തളവും ഒക്കെ നോക്കി നടക്കുന്നു എന്ന ആരോപണം നേരിടുന്ന ഒരാളാണ് സർക്കാർ സംവിധാനത്തിൻ്റെ സിനിമാ മുതലാളി. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ അത് നാട്ടുകാരുടെ ചെലവിൽ വേണോ എന്ന ചോദ്യം ബാക്കിയുണ്ട്. ഇത് ഒരർത്ഥത്തിൽ സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. കാരണം ഇതിന് താഴെ വന്ന കമൻറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഇതിനെ തുടർന്നുണ്ടായ വാദപ്രതിവാദങ്ങളാണെങ്കിലെല്ലാം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കൂടുതൽ അനുകൂലിക്കുകയും സർക്കാരിൻ്റെ ചില നടപടികളോട് അത്ര കണ്ട് തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുമായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെക്കുറിച്ച് മിണ്ടാത്തത് എന്താണ്? ഇതുവരെ കേട്ടുകേൾവികൾ, ഗോസിപ്പുകളൊക്കെ മാത്രമായിരുന്നതിൽ ധാരാളം വാസ്തവമുണ്ടല്ലോ 200-ലധികം പുറങ്ങളിലായി പറയുന്നത്. പുന്നപുരം കോട്ടയ്ക്കുള്ളിലെ ചുരുളറിയ രഹസ്യങ്ങൾ, അവിടെ ലൈംഗിക ചൂഷണമില്ല എന്ന് കേട്ടാലല്ലാതെ അത്ഭുതപ്പെടാനൊന്നുമില്ല. നേരിട്ടറിയുന്നവർ തന്നെ പറയുന്നു എത്രയെത്ര ചൂഷണ രഹസ്യങ്ങൾ. എന്നിട്ടും അതായത് സ്ത്രീ പീഡകൾ മുതൽ ശിശുപീഡകൾ വരെയുള്ള വീരന്മാരെ കുറിച്ചുള്ള മൊഴികൾ കയ്യിലുണ്ടായിട്ടും കേസെടുക്കാതെ ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ 4 വർഷം അട്ടത്ത് വെച്ചവരെ കുറിച്ചാണ് പറയേണ്ടത്. പീഡന വിവരങ്ങൾ രഹസ്യമായി വെക്കുന്നവരും പീഡകർ തന്നെയാണ്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിലല്ല, അതിനെ മേലുള്ള നടപടികൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെയെല്ലാം അവിടെ നടക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഗംഭീരമായി. പണ്ട് ബോബനും മോളിയും കൂടി കള്ളൻ കയറിയ വീട്ടിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചെന്ന് കണ്ടു പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രധാന വിവരം കിട്ടിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് മാറ്റി നിർത്തി പോലീസിന്റെ ചെവിയിൽ അവർ പറഞ്ഞു, ഇത് ഏതോ കള്ളന്റെ പണിയാണ്, സംശയമില്ല. ഇത് എസ് ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതിലും കൃത്യമായി ഉന്നം വയ്ക്കുന്നത് സർക്കാരിനെ തന്നെയാണ്. മാത്രമല്ല ഈ ഒരു പോസ്റ്റ് കൊണ്ടും എസ് ശാരദക്കുട്ടി നിർത്തുന്നില്ല. കൃത്യമായി തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അവർ എഴുതുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിന്ന് രഞ്ജിത്ത് അന്വേഷണത്തെ നേരിടുന്നില്ല എങ്കിൽ സർക്കാർ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് തന്നെ മാറ്റി നിർത്തണം. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉന്നത സ്ഥാനത്താണ് രഞ്ജിത്ത് ഇരിക്കുന്നത്. ആരോപണത്തിൻ്റെ നിഴൽ ആ ചെയറിന് ഭൂഷണമല്ല. പരസ്യമായി പറയുന്ന ആരോപണങ്ങൾ പരാതി തന്നെയല്ലേ. അതിസാങ്കേതികത്വത്തിൻ്റെ മറുപിടിക്കുന്നത് സർക്കാരിന് ഭൂഷണമല്ല. സാംസ്കാരിക
സാംസ്കാരിക മന്ത്രി ആരെ രക്ഷിക്കാനാണ് ഉത്തരവാദിത്തമില്ലാതെ പ്രസ്താവനകൾ ഇറക്കുന്നത്? നാലാംകിട ക്രിമിനലുകളുടെ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നത് എത്ര ഉന്നതരായാലും പിടിക്കപ്പെടണം, മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. പ്രബലരുടെ കൈകളിലാണ് നിയമവും സംവിധാനങ്ങളും എന്ന നില പണ്ടേ ഉള്ളതാണെന്നും അതിൽ നമുക്കെന്ത് ചെയ്യാനാകുമെന്നുള്ള നിലപാട് ആർക്കായാലും ഭൂഷണമല്ല. ഇങ്ങനെ തുടങ്ങുകയാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിലും കൃത്യമായി അവർ ആവശ്യപ്പെടുന്നത് രഞ്ജിത്തിന്റെ രാജിയും സജി ചെറിയാന്റെ മൗനവും തന്നെയാണ്. ശേഷം ഇന്നാണ് ഇതിനെല്ലാം ഉത്തരം ലഭിക്കുന്നത്. രഞ്ജിത്ത് രാജിവെക്കുന്നതും സജി ചെറിയാൻ പല നിലപാടുകളും മാറ്റി പറയുന്നതും. ശാരദ ടീച്ചറുടെ പോസ്റ്റ് കൊണ്ട് മാത്രം തീരുന്നില്ല. പിന്നീട് ഡോക്ടർ പ്രേംകുമാർ ആണെങ്കിലും ആഷിഖ് അബു ആണെങ്കിലും അത്തരത്തിലുള്ള പല പ്രമുഖരും പല പോസ്റ്റുകളുമായി രംഗത്ത് വരുന്നുണ്ട്, പല വാക്കുകളുമായി രംഗത്ത് വരുന്നുണ്ട്. ഷുക്കൂർ വക്കീൽ എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് ഷുക്കൂറും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ ഏതാനും വരികൾ സൂചിപ്പിക്കുന്നുമുണ്ട്. മിസ്റ്റർ രഞ്ജിത്ത്, നിങ്ങൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണം. സംസ്ഥാന സർക്കാർ ചലച്ചിത്ര രംഗത്ത് നയസമീപനങ്ങൾ പ്രയോഗതലത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക സംവിധാനമാണ് ചലച്ചിത്ര അക്കാദമി. 2017 ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത് മലയാള ചലച്ചിത്ര രംഗത്ത് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുമാണ്. മലയാള സിനിമയിലെ പ്രമുഖ നടി കൊട്ടേഷൻ ടീമിനാൽ ലൈംഗിക അതിക്രമത്തിന് വിധേയരാവുകയും അതിനെതിരെ അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയും WCC അവരോടൊപ്പം ശക്തമായി ചേരുകയും ചെയ്തതിന്റെ പരിണിത ഫലം കൂടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രഥമവും ഗൗരവമായ വിഷയം അവർക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തന്നെയാണ്. എന്നാൽ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ള നിയമപരവും സാങ്കേതികപരവുമായ വൈതരണികൾ അത്ര നിസ്സാരമല്ലെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി നേരെ ചൊവ്വേ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതേ പത്രസമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞ കാര്യം, ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായ ഒരാൾ മുന്നോട്ട് വരിക ആണെങ്കിൽ അവർക്ക് പൂർണ്ണ സംരക്ഷണം സർക്കാർ നൽകുമെന്നും അവരോടൊപ്പം നിലകൊള്ളുമെന്നാണ്. മിസ്റ്റർ രഞ്ജിത്ത്, നിങ്ങൾക്ക് എതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ബംഗാൾ നടിയും പശ്ചിമ ബംഗാളിലെ CPM തെരഞ്ഞെടുപ്പ് റാലികളിലെ സ്ഥിരം സാന്നിധ്യവുമായ ഒരു സഖാവ് ഉയർത്തിയിരിക്കുന്നത്. നിങ്ങൾ നൽകിയ വിശദീകരണത്തിൽ അവരെ നിങ്ങൾ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയതും അവരെ നിങ്ങൾ കണ്ടതും സമ്മതിക്കുന്നുണ്ട്. തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ചാർജ് നിങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനി വഹിച്ചിട്ടില്ല എന്നാണ് അവരുടെ ആരോപണം. ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതെ അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് ഒഴിയണം. ഇതായിരുന്നു ഷുക്കൂർ വക്കീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തു തന്നെയാണെങ്കിലും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടതുപോലെ രഞ്ജിത്ത് രാജിവെക്കുന്നുണ്ട്. മാത്രമല്ല സിദ്ദിഖും രാജിവെക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള രാജിയിലേക്ക്, ആ ധാർമ്മിക ബോധത്തിലേക്ക് പോലും രഞ്ജിത്താണെങ്കിലും സിദ്ദിഖാണെങ്കിലും എത്താനായിട്ട് ഇത്രയേറെ വഴികൾ അല്ലെങ്കിൽ ഇത്രയേറെ വിമർശനങ്ങളും ഇത്രയേറെ പോസ്റ്റുകളും ആവശ്യമായി വന്നു എന്നുള്ളതാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും നേരെ ചൊവ്വേ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്നും ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ എഴുത്തുകളെല്ലാം തന്നെ വന്നത് പലപ്പോഴും സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായ ഘടകം. കാരണം സർക്കാരിൻ്റെ ചില നിലപാടുകളെല്ലാം തന്നെ സർക്കാരിന് അനുകൂലമായി തന്നെ വിശദീകരിക്കുന്ന ചിലർ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന് എതിരെ രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ നീക്കം ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇത്തരക്കാർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ വാക്കുകളെല്ലാം തന്നെ എത്തി നിൽക്കുന്നതും. ഈ പോസ്റ്റുകളുടെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങളുടെയും എല്ലാം തന്നെ ആകത്തുകയാണ് രഞ്ജിത്തിൻ്റെ ആണെങ്കിലും സിദ്ദിഖിൻ്റെ ആണെങ്കിലും രാജി എന്ന് വേണം കരുതാൻ. സജി ചെറിയാന്റെ മൗനവും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. സജി ചെറിയാന്റെ ചില നിലപാടുകളെല്ലാം തന്നെ പരസ്യമായി തന്നെ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം തന്നെ സർക്കാരിന് വളരെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്.